ഹലോ, ഇതാ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഇതാ വെനസ്ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം, അതുപോലെ തന്നെ കടലക്കറി, പിന്നെ ചായ വെക്കുന്നു. അങ്ങനെ കിച്ചണിലാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ട് കാസ്ട്രോളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാ കിച്ചണിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഇതാ നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഇതാ ടേബിളിലേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ കടലക്കറിയും അപ്പവുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കടലക്കറി ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചതാണ്. അപ്പോൾ ഇന്നത്തേനും കൂടി കൂടുതലായിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ നമുക്കൊരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടി കുക്കിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ മാവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മാവ് ഉപ്പും സോഡാപ്പൊടി ഇട്ടിട്ട് പുറത്തെടുത്ത് വെച്ചു. ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ച് കയറ്റി. അതിന് ശേഷം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. ഒരുപാട് ക്രിസ്പി ആക്കിയില്ല. കാര്യം എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള അപ്പം ചില ദിവസങ്ങളിൽ കഴിക്കാൻ തോന്നും, ചില ദിവസം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഇന്ന് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കഴിക്കാനാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ കാസ്ട്രോളിലേക്ക് അങ്ങ് ചുട്ട് വെച്ചു. പിന്നെ കുറച്ച് കൂടുതൽ കടലക്കറി. അപ്പം നമ്മളുടെ ഇഷ്ടത്തിന് വെക്കുന്നത് കൊണ്ട് തന്നെ കടലക്കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കടലക്കറി കണ്ടല്ലോ, നല്ല കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ ഹെൽത്ത് വൈസ് നമുക്ക് ഒരുപാട് നല്ലതാണ് കടല എന്നൊക്കെ പറയുന്നത്. പിന്നെ നല്ല ഒരുപാട് കടുപ്പമൊന്നും കൂട്ടാതെ ഞാൻ ചായയുടെ കടുപ്പമൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മധുരം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഷുഗറല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു, സ്റ്റീവിയ എന്ന് പറയുന്ന ഒരു ഡ്രൈഡ് ലീഫ് എക്സ്ട്രാക്റ്റാണ് സ്വീറ്റനിങ് ഏജൻ്റായിട്ട് ചേർക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് ഷുഗറും അതുപോലെ തന്നെ കടുപ്പമൊക്കെ കുറച്ചിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചായ. പിന്നെ നല്ല 2 വെള്ളയപ്പം. ആ വെള്ളയപ്പത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ കടലക്കറി ഒഴിച്ചിട്ട് അപ്പത്തിൽ ചുരുട്ടി കടലയൊക്കെ വെച്ചിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞായിരുന്നു, ജിഞ്ചർ ഗാർലിക്കും ഗരം മസാല പൊടിയും പെരുംജീരകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള കടലക്കറിയാണ്. അപ്പം ഞാൻ പല രീതിയിൽ കടലക്കറി വെക്കാറുണ്ട്. നല്ല പച്ച തേങ്ങ അരച്ച് ചേർത്തിട്ട് തേങ്ങ അരച്ച കടലക്കറി, അതും ഭയങ്കര ഇഷ്ടമാണ്. അത് കടലക്കറിക്കും വെള്ളയപ്പത്തിനൊക്കെ ഇടിയപ്പത്തിനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇടയ്ക്ക് ഇങ്ങനെ വെക്കാറുണ്ട്, ഇടയ്ക്ക് തേങ്ങ അരച്ചും വെക്കാറുണ്ട്. എപ്പോഴും നമുക്ക് സ്പൈസി ആയിട്ട് തന്നെ കൂട്ടണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറി. അപ്പോൾ പരിപ്പ് മെഴുക്കുവരട്ടിയാണ് ഇന്ന്. അപ്പോൾ നല്ല കടുകും വറ്റൽമുളകൊക്കെ ഇട്ട് താളിച്ചിട്ടുള്ള പരിപ്പ് മെഴുക്ക് വരട്ടി. പിന്നെ ഉച്ചയ്ക്കത്തേന് ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത ചിക്കനിലേക്ക് നന്നായിട്ട് കുറച്ച് കൂടുതൽ ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും പിന്നെ കുറച്ച് വിനീഗറും പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, ഇതെത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ സംഭവങ്ങൾ എല്ലാം പിടിച്ചതിന് ശേഷം നമ്മൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണയിലേക്ക് കറിവേപ്പില അങ്ങനെ ഇടുന്ന ആളല്ലായിരുന്നു. പക്ഷേ ഞാൻ ഏതൊക്കെയോ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് മീൻ പൊരിക്കുന്ന വീഡിയോയും ചിക്കൻ പൊരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ഡിഫറൻസ്, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേനും ഒരുപാട് കറിവേപ്പില നമുക്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ. ഇവിടെയാണല്ലോ ലിമിറ്റഡ്. പക്ഷേ ഇവിടെയും പ്രശ്നമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയ പാക്കറ്റ് കറിവേപ്പിലേക്ക് ഇവിടെ 1 dirhams, അതായത് ഏകദേശം 20 rupees വരുന്നുള്ളൂ. അപ്പം ഇവിടെയും 1 dirhams വളരെ ചീപ്പ് റേറ്റിന് നമുക്ക്
നമുക്ക് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെയും നമുക്ക് ഇഷ്ടത്തിന് കറിവേപ്പില എത്ര വേണമെങ്കിൽ വാരി വിതറാം. അപ്പോൾ അതാ കറിവേപ്പില ഇടുമ്പോഴത്തേനും നമ്മുടെ ഫിഷ് ഫ്രൈക്കാണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈക്കാണെങ്കിലും ഒരു പ്രത്യേക ഒരു ഫ്ലേവർ, ഒരു കംപ്ലീറ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ഫ്ലേവറൊക്കെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചെറിയ പീസുകൾ കൊണ്ട് വലിയ പീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ലെഗ് പീസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരം കൂടെ നന്നായിട്ട് കിടക്കണം. ചെറിയ പീസുകളൊക്കെ വേഗം തന്നെ ആയിക്കോളും. എനിക്കും സാറായ്ക്കും സൈറൂനും എനിക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ചിക്കൻ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വളരെ കുറച്ച് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീക്ക് ഡേയ്സിൽ ഇക്ക കാണാറില്ല. ഇക്കാക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്ക പുറത്ത് കൊളീഗ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ മീറ്റിംഗ് പരമായിട്ട് പുറത്തും കാര്യങ്ങളൊക്കെ ാണ്. അപ്പോൾ ഇക്കാക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് സാറ്റർഡേയ്സിലും സൺഡേയ്സിലുമാണ്. അങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ള വീക്ക് ഡേയ്സിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ എനിക്കും മക്കൾക്കും ഉള്ള ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഒരു കറിയോ 1-2 കറിയൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടാം. കാരണം നമുക്ക് അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാൽ മതി. കാര്യം എന്ന് വെച്ചാൽ കുക്കിംഗ് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ വയ്ക്കുക, അത്രയൊക്കെ ഉള്ളൂ. മക്കൾക്കൊക്കെ ആകുമ്പോൾ ഒരു പരിപ്പ് വേവിച്ച് കൊടുത്താലും ഒരു മോര് കൊച്ചി കൊടുത്താലും അവർക്ക് ഓക്കെയാണ്. ഞാൻ പിന്നെ ടേസ്റ്റിന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ദിവസങ്ങളിൽ റെഡിയാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി. ആ ചിക്കൻ ഫ്രൈ ചെയ്തപ്പം നമ്മളിട്ട ആ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, ആ മൊരിഞ്ഞ കറിവേപ്പില ചിക്കൻ്റെ മുകളിലേക്കും കൂടെ ഒന്ന് വിതറി അത് ചോറിൽ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ് മെഴുക്ക് പുരട്ടി. അതിലും അത്യാവശ്യം നന്നായിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ഒക്കെ പൊട്ടിച്ച് നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ ഈ ബോട്ടിൽ കഴിയാറായിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല വറുത്ത് പൊടിച്ച് ചെയ്യുന്ന പൊടി ആയതുകൊണ്ട് ഇത് ചീത്തയാവത്തില്ല. ഇത് എത്ര നാൾ വേണേൽ ഇരുന്നോളും. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ അടച്ചു വെച്ചാൽ മതി. പിന്നെ ഗാർലിക് പിക്കിൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ ഗാർലിക് പിക്കിൾ എടുക്കാറുണ്ട്. പിന്നെ ഇതാ സാറായിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് ചോറ് കുറച്ച് കഴിഞ്ഞ് മതി, ഞാൻ കഴിച്ചിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇതാ ലഞ്ച് കഴിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ്, അതിലേക്ക് 1-2 ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടിയൊക്കെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ചുണ്ണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചമ്മന്തിപ്പൊടിയും അച്ചാറുകളും ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ലാത്ത ദിവസങ്ങളിലും നമുക്ക് കറികൾക്കൊന്നും ഒരു കുറവുമില്ല. നമുക്ക് കറിയൊന്നും കുക്ക് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ലഞ്ച് കഴിക്കാനുള്ള കറിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ സ്റ്റോക്കുണ്ട്. പിന്നെ നമ്മളിതാ പരിപ്പ് മെഴുക്ക് പുരട്ടി കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറിനേക്കാളും കൂടുതൽ പരിപ്പ് മെഴുക്ക് പുരട്ടി എടുത്ത് കുഴച്ചുണ്ണുന്നുണ്ട് ഞാൻ. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഗാർലിക് പിക്കിൾ. അപ്പോൾ നല്ല സിമ്പിൾ ഉച്ചയൂണാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. ഒട്ടും വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഊണോ ആർഭാടമായിട്ടുള്ള ഒരു ഊണോ ഒന്നും അല്ല. പക്ഷേ സിമ്പിളാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച്. അപ്പോൾ ഇതാ ചോറും കറികളും എല്ലാം നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് ചൂട് ചോറെടുത്തു. അതിലേക്ക് നമ്മുടെ പരിപ്പ് മെഴുക്ക് പുരട്ടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഇതൊന്ന് ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നന്നായിട്ട് വറ്റൽമുളകും മുളക് പൊടിയും ഒക്കെ നമ്മൾ കടുക് പൊട്ടിച്ച് എണ്ണയിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ സവോളയോ ഉള്ളിയോ ഗാർലിക്കോ ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ചില്ലി പൗഡറും കൂടെ ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കണം. ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും. അതിനുശേഷം നമ്മൾ പരിപ്പ് തട്ടി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കൂടുതൽ എരിവ് നിൽക്കുന്നതാണ് നല്ലത് പരിപ്പെന്നൊക്കെ പറയുമ്പം. പിന്നെ ക്രഷ് ചെയ്ത വറ്റൽമുളക് ഇടുന്നത് നല്ല ടേസ്റ്റാണ്. ഞാൻ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇട്ടില്ല, ഡയറക്റ്റ് വറ്റൽമുളക് അങ്ങ് പിച്ചി ഇടുമായിരുന്നു. അപ്പോൾ
പരിപ്പും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ചമ്മന്തിപ്പൊടിയും പിക്കിളും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ പരിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വായിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കോമൺ ആയിട്ട് വീടുകളിൽ വെക്കുന്നത് ചെറുപയർ ഉലർത്ത്, അതുപോലെ തന്നെ വൻപയർ ഉലർത്ത് ഒക്കെയാണല്ലോ. ഈ പരിപ്പുലർത്തെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഒന്നും അങ്ങനെ കോമൺ ആയിട്ട് ഉള്ള ഒരു സംഭവം അല്ല. അപ്പം ഇനിയിപ്പം ഇത് എന്താ പറയുക, പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം മുന്നോട്ട് ഇതൊക്കെ ഫുഡിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ നാടൻ ഉച്ച ഊണ്. അപ്പോൾ നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ അത് പരിപ്പൊക്കെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചപ്പാത്തിക്ക് ഒരു സൂപ്പർ കോമ്പിനേഷനാണ്, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പത്തിനൊക്കെ ഇത് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ തോന്നി. അപ്പോൾ സ്നാക്സ് ആയിട്ട് നമ്മുടെ പാലക് മുറുക്ക് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. അപ്പോൾ ഇതാ കുറച്ച് പാലക്ക് മുറുക്ക് നമ്മൾ സ്നാക്സ് ആയിട്ട് കഴിച്ചു. അതിനുശേഷം ഇതാ കുറച്ച് ഇതിൻ്റെ പേരെനിക്ക് മറന്നുപോയി. ആ ഒരു പൊടി ഉണ്ടായിരുന്നു, അവലോസ് പൊടി, നമ്മുടെ അവലോസ് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് കഴിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ചെറുതായിട്ട് ലഞ്ച് കഴിച്ചതിന് ശേഷം കുറച്ച് സ്നാക്സൊക്കെ കുറച്ചതിന് ശേഷം അത് ഓക്കെ. അതിനുശേഷം വൈകുന്നേരം ഒരു 6:37 ഒക്കെ ആയപ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ചാട്ട് ഐറ്റംസ് കഴിക്കാനായിട്ട് ഒരാഗ്രഹം തോന്നി. നമ്മളപ്പോൾ ഹോം ഡെലിവറിയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ രണ്ട് ചാട്ട് ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് വടാപ്പാവ്. അപ്പോൾ ഇതാ നമ്മൾ ഏറ്റവും ആദ്യം കഴിക്കാനെടുക്കുന്നത് വടാപ്പാവാണ്. അപ്പോൾ വടാപ്പാവ് എന്ന് പറയുമ്പോഴത്തേനും നല്ല ബട്ടറിൽ സോട്ട് ചെയ്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക പൊട്ടറ്റോയുടെ ഒരു മിക്സ്, പൊരിച്ചിരിക്കുന്ന ഒരു മിക്സ്, പിന്നെ ഡിപ്പായിട്ട് ചില്ലി ചട്നിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കുറച്ച് സ്വീറ്റായിട്ടുള്ള പുളിയുടെ ചട്നി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്രൈഡ് ചില്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷേ എനിക്ക് ആ ചില്ലി ചട്നി കഴിക്കാനായിട്ടുള്ള അത്ര സ്പൈസ് എനിക്ക് വേണ്ട. അപ്പം ഞാൻ ആ ഫ്രൈ ചെയ്ത ചില്ലിയും അതുപോലെ തന്നെ ചില്ലിയുടെ ചട്നിയും എടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം വടാപ്പാവ് കഴിച്ചു. പിന്നെ പാവ് ബജി കഴിച്ചു. വടാപ്പാവാണോ പാവ് ബജിയാണോ, എനിക്ക് ആ ഒരു പേരുകൾ തമ്മിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് പാനിപ്പൂരി ആയിരുന്നു. ഈ പ്രാവശ്യത്തെ പൂരിയുടെ ഷേപ്പുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ഇറഗുലർ ഷേപ്പായിട്ട് എനിക്ക് തോന്നി. ഒരു ഷേപ്പുകൾ പൂരി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. സാധാരണ എപ്പോഴും നല്ല എന്താ പറയുക നമുക്ക് വായിലിടാൻ കറക്റ്റ് സൈസിനുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പൂരീസ്, വളരെ ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള ഈ പ്രാവശ്യം. അപ്പോൾ ഇതാ പൂരിയെല്ലാം നമ്മൾ എന്താ പറയുക ഉള്ളിൽ മിക്സ് വെക്കുകയാണ്, പൊട്ടറ്റോ മിക്സ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഡ്രോപ്പായിട്ട് ചില്ലി ചട്നി, അതുപോലെ തന്നെ ആ സ്വീറ്റ് ചട്നി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇക്കാക്ക് ഈ വക ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല, സാറാക്കും പാനിപൂരിയോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരും. അതാണ് ഈ വക ഐറ്റംസൊക്കെ വാങ്ങിച്ചാൽ. അപ്പോൾ നമ്മുടെ പാനിപൂരി നമ്മൾ 3 ടൈപ്പ് ഡിപ്പും ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഓരോന്ന് കഴിക്കുകയാണ്. വളരെ എന്താ പറയുക ഒരു മിക്സ്ഡ് ഫ്ലേവറാണല്ലോ പാനിപൂരി എന്ന് പറയുന്നത്. മധുരവും എരിവും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മിക്സ്ഡ് ടേസ്റ്റിൻ്റെ ഒരു സംഭവമാണല്ലോ പാനിപൂരി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക 7 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം ഇതെനിക്ക് വേണ്ടി എടുത്തതല്ല, മക്കൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാംഗോ ജ്യൂസ് ഞാൻ 2 പേർക്കും ഓരോ ജ്യൂസ് എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം എന്താ പറയുക കുറച്ച് ഒരു ഏത്തപ്പഴം ഒരുപാട് പഴുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, സാറായ്ക്കും സൈറോനും വേണ്ടിയിട്ട് ഒരു ഏത്തപ്പഴം നമ്മൾ എന്താ പറയുക ഫ്രൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. ആ ബ്രെഡ് പാലും മുട്ടയും ബ്രെഡും ഒക്കെ ചേർത്തിട്ട് കോക്കനട്ട് ഓയിലിൽ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു. അപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ഏത്തപ്പഴം പൊരിച്ചതും പഴം പൊരിച്ചതും ഒക്കെ ആയിരുന്നു. അപ്പോൾ സാറ കഴിച്ചു, അതുപോലെ തന്നെ ഞാനും ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചു. എനിക്ക് നേരത്തെ ആ ചാട്ട് ഐറ്റംസ് ഒക്കെ കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഡിന്നറിന് പ്രത്യേകിച്ച്
അധികം ഒന്നും വേണ്ട, കാരണം വയറ് നന്നായിട്ട് നിറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 പേരയ്ക്ക കട്ട് ചെയ്തിട്ട് അത് കഴിച്ചു. പിന്നെ രാത്രി ഒരു കുക്കുംബർ കട്ട് ചെയ്ത് അതും കഴിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ എന്താ പറയുക ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.